2020 മുതൽ 25 വരെ മമ്മൂട്ടി എന്ന ആക്ടറിന്റെ അതിഗംഭീര വേഷങ്ങൾ നമ്മൾ കണ്ടു. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതുവരെയും കാണാത്ത, മമ്മൂട്ടി കാണാത്ത അഭിനയം. ബ്രഹ്മയുഗമായാലും, പുഴുവായാലും, നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും, റോഷാക്കാണെങ്കിലും, കളങ്കാവിലും, അങ്ങനെ എടുത്തു പറയാൻ ഈ 5 കൊല്ലം കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ലാത്ത കഥാപാത്രങ്ങൾ. മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെ 100% ഉറപ്പായിട്ടും കാണാം 2026. ഇതുവരെയും 5 വർഷം മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല എന്ന് ട്രോൾ ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഈ വർഷം തീരുമ്പം അതിനുള്ള ഉത്തരം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ നിർമ്മാതാവ് കൃത്യമായിട്ട് പറയുന്നുണ്ടായി, ഈ സിനിമ ഇത് മമ്മൂട്ടിയെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മമ്മൂട്ടി എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ വൈബായിട്ട് തന്നെ കൃത്യമായിട്ട് വരും മമ്മൂട്ടി എന്ന് പറയുന്നുണ്ട്. അധോലോക നായകനായിട്ടാണ്, ഗാങ്സ്റ്ററായിട്ടാണ്. ഉറപ്പായിട്ടും അതൊരു ഗംഭീര സിനിമ ആയിരിക്കും എന്നുള്ള സംശയം വേണ്ട. നല്ലൊരു ഇനീഷ്യൽ കളക്ഷൻ നേടും. നമുക്ക് 100 കോടി നേടാൻ ഇപ്പം ഒരു 3-4 ദിവസം കൊണ്ട് പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും 100 കോടി നേടാം. അതിനു മുമ്പേ നിതീഷ് സഹദേവൻ പടമുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ പടത്തിൽ നമ്മളൊരു അഭിനയ പ്രാധാന്യമുള്ള സിനിമ മാത്രമേ ഉള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങോട്ടുള്ള പാട്രിയോട്ടുണ്ട്, അതുപോലെ ഈ പറഞ്ഞ നിതീഷ് സഹദേവൻ പടമുണ്ട്. ക്യൂബ്സ് എന്റർടൈൻമെന്റ് പടത്തിൽ എന്തായാലും ഒരു ഗംഭീര മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവ് അതിനു മുമ്പേ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സിനിമയിലൂടെ അതിഗംഭീര കളക്ഷൻ കിട്ടുമെന്നുള്ളത് സംശയം വേണ്ട. അതോടുകൂടി ഈ പറയുന്ന ട്രോളിന്റെ മെറ്റീരിയൽ പോവും. പക്ഷേ ഒറ്റ കാര്യം, ബ്രഹ്മയുഗം പോലെ ഓസ്കാർ അക്കാദമി പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രം വേറൊരു നടന് അവകാശപ്പെടാൻ ഇന്ത്യൻ സിനിമയിലും അല്ലെങ്കിൽ മലയാള സിനിമയിലും ഇല്ല എന്നുള്ള വസ്തുത ബാക്കി നിൽക്കുകയാണ്.